ഈ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു ശൂന്യത ഉണ്ടാകും. കാരണം വി എസ് വിടവാങ്ങിയപ്പോൾ മറ്റ് പല നേതാക്കൾക്കുമില്ലാത്ത പ്രത്യേകതകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഒരു പെൺപക്ഷ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതുപോലെ ഒരു പരിസ്ഥിതി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്ന നേതാവായിരുന്നു. അല്ല, ശൂന്യത ഓൾറെഡി ഉണ്ടല്ലോ. EMS വലിച്ച കാലം തൊട്ട് തുടങ്ങിയ ശൂന്യതയാണ്. നമ്മളെയൊക്കെ ഒരു ജനറേഷൻ EMS വലിച്ച കാലം തൊട്ട് ആ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വിടവ് ഫില്ല് ചെയ്യാൻ ഒരാൾ ഇതുവരെ വന്നിട്ടില്ല. പലരും ശ്രമിച്ചു നോക്കുന്നുണ്ട്, നടക്കുകയില്ല. അത് പിന്നെ സുനിൽ പി ഇളയിടം തൊട്ട് ജി സുധാകരൻ വരെ ശ്രമിച്ചു നോക്കിയാണ്, നടക്കുന്നില്ല. അതുപോലെ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഇവരൊക്കെ മരിച്ച സമയത്ത് തന്നെ അതായത് കെ കരുണാകരന്റെ കൊണ്ടുപോയൊരു കോൺഗ്രസിനെ കൊണ്ടുപോയ രീതിയുണ്ട്. അത് ഉമ്മൻചാണ്ടി സാറിന് പോലും പറ്റിയില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ പോപ്പുലർ പൊളിറ്റിക്സ്, അതായത് നായനാർ എന്നുള്ള ഒരു പ്രസൻസ്. ഇപ്പം ലൈറ്റായിട്ട് നമ്മളെ രാഷ്ട്രീയം കാണാൻ പഠിപ്പിച്ചത് നായനാരാണ്. അതെല്ലാം ഒരു ശൂന്യതയാണ്. ആ ശൂന്യതയെ പൂർണ്ണമാക്കുന്നതാണ് BS. കാരണം ആ കാറ്റഗറിയിലെ ഏറ്റവും അവസാനത്താണ്. എനിക്ക് തോന്നുന്നു ഇനി ആ കാറ്റഗറിയിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടി വീഴാനുണ്ട് കേരളത്തിൽ. അത് പറഞ്ഞാൽ ഇവിടുത്തെ ട്രൂ കമ്മ്യൂണിസ്റ്റിന്റെ ഫാൾ കംപ്ലീറ്റ് ആയി. പി ജയരാജനാണ്. ഞാൻ വിചാരിക്കുന്നത് പി ജയരാജനാണ് ജീവിക്കുന്ന ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ. മറ്റേ ആളുകൾ മോശമായിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് എന്ന അർത്ഥത്തിൽ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പി ജയരാജൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം BS കൂടി ആ ഒരു കാലഘട്ടം അവസാനം. പുതിയ പിള്ളേർ അവരുടെ സെൻസിബിലിറ്റി മാറി. അവർ പത്രം വായിക്കുന്നില്ല, TV ന്യൂസ് കാണുന്നില്ല, രാഷ്ട്രീയത്തിൽ അവർക്ക് താല്പര്യമില്ല. അവരുടെ ഐക്കൺ എന്ന് വെച്ചാൽ അശ്വന്ത് കോക്ക്, പിന്നെ ഉപ്പു, ഇങ്ങനെയുള്ള ആളുകളാണ് അവരുടെ ഒരു. പിന്നെ അവർ ഇന്റർനാഷണൽ ജോൺ വിക്ക് ഒക്കെയാണ് അവർ കാണുന്ന സിനിമകൾ. അവരുടെ സംസാരം എന്നൊക്കെ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. മറ്റൊരു കാലഘട്ടം അതിനിടയിൽപ്പെട്ടുപോയ ആളുകളാണ് നമ്മളൊക്കെ. വീണ്ടും പുതിയ കാലഘട്ടമാണ്. നമ്മൾ ആ കാലഘട്ടത്തിന്റെ ഭാഗമാകിയിട്ടു. ഇപ്പം തന്നെ പല സീരിയൽസും ന്യൂസ് ചാനലുകൾ കാണുന്നില്ല, പത്രം വായിക്കാത്ത ആളുകൾ നമ്മളിടയിൽ കൂടി വരികയാണ്. അവരൊക്കെ തന്നെ ഈ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പുതിയ ഐക്കൺസ് വരും. ആ ഐക്കൺസ് പക്ഷേ BS പോലെ ഒന്നും ഇത്ര കാലം നിൽക്കില്ല. മലയാള സിനിമയിൽ ലാസ്റ്റ് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മോഹൻലാലും ഇനി ഉണ്ടാവില്ല. കാരണം അത് പുതിയ ആളുകൾ വരും, പോയിക്കൊണ്ടേയിരിക്കും. ആ രീതിയിലൊരു ശൂന്യതയാണ്. ഇനി BS ഒരു പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BS ആ പഴയ ഇവിടെ കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ബേസിക്കലി കോൺഗ്രസിന്റെ ഗാന്ധിയൻ ധാർമ്മിക മൂല്യമാണ്. ഗാന്ധിയൻ ധാർമ്മിക മൂല്യങ്ങൾ അവസാനം വരെ ഉയർത്തിപ്പിടിച്ച ആളായിരുന്നു BS. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വ്യക്തി ജീവിതത്തിൽ മദ്യപാനമില്ല, വിശുദ്ധിയുണ്ട്. പക്ഷേ അക്രമരാഷ്ട്രീയത്തിന് അതേ എതിരായിരുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ്. ഇവിടുത്തെ കമ്മ്യൂണിസം ബേസിക്കലി ഗാന്ധിയൻ ധാർമ്മികതയായിരുന്നു. ഇപ്പോഴാണെന്ന് മാറിയത്. പറഞ്ഞ വാക്ക് പാലിക്കുക, സാധാരണക്കാരെ കൂടെ നിൽക്കുക. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നാട്ടിലെ ഏറ്റവും സാധാരണക്കാരെ ആളിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് ആലോചിക്കുക. ഇങ്ങനെ ചിന്തിച്ച് ചെയ്ത ആൾ EMS നായനാരൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ ചിന്തിച്ച് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരുടെ അവസാനത്തെ ആളാണ് BS. അപ്പം അതാണ് BS ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, അന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കാലം മാറിയപ്പം, കേരളത്തിന് ചുറ്റുമുള്ള ലോകം മാറിയപ്പം കേരളം ഒരു തുരുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പ്രശ്നം കേരളത്തെ മുന്നോട്ടുള്ള കുതിപ്പിന് മുതലാളിത്തത്തിന് ഗാഢാലംഘനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരുന്നു. കാരണം കേരള മോഡൽ എന്നുള്ളത് അതിൻ്റെ 78 കൂടി അതിൻ്റെ ഒരു മാക്സിമത്തിലെത്തി. അപ്പം അതിന് ഈ പാർട്ടി തടസ്സമായിരുന്നു. അപ്പം ഈ പാർട്ടി തടസ്സമാകുന്നതിന് പണ്ടത്തെ എത്തിക്സ്, ഗാന്ധിയൻ എത്തിക്സ്, അത് കമ്മ്യൂണിസം ഒന്നല്ല, ഗാന്ധിയൻ എത്തിക്സ് ആണ് ബേസിക്കലി. കമ്മ്യൂണിസം എന്ന് വേറൊരു സാധനമാണ്. നമ്മൾ ഈ ഗാന്ധിയൻ എത്തിക്സ് ഉള്ള അഹിംസയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത മലയാളികളെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ BS പി ജയരാജനെയൊക്കെ വിളിക്കുന്നത്. അതായത് കമ്മ്യൂണിസം എന്ന വേറൊരു ഐഡിയോളജിയാണ്. ഇവിടെ കമ്മ്യൂണിസം നടപ്പിലായത് EMS അറിയായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസം എന്ന പേരിന് ഇവിടെ നടപ്പിലാക്കി വേറൊരു സാധനമാണ്. അത് ആ രീതിയിലുള്ള കമ്മ്യൂണിസം ഒന്നും. ആ രീതിയിൽ കമ്മ്യൂണിസം എവിടെയാണ് നടപ്പിലാക്കിയത്? ചൈനക്കാരുടെ ചൈനീസ് വേർഷൻ ഓഫ് കമ്മ്യൂണിസമാണ്. അത് കൺഫ്യൂഷ്യനിസത്തിൻ്റെയൊക്കെ സ്വാധീനമുണ്ട്. റഷ്യൻ വേർഷനാണ്. അത് റഷ്യയിലെ സാവസ്റ്റ് ഡൈനാസ്റ്റിയുടെ ഒക്കെ ഒരു സ്വാധീനം അതിലുണ്ട്.
അവിടെ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സ്വാധീനം അതിലുണ്ട്. അതിൻ്റെ സ്ട്രക്ചറിൽ, ആശയങ്ങളല്ല. അതുപോലെ കേരളത്തിൽ നേപ്പാളിലാണ് നേപ്പാൾ വേർഷൻ ഓഫ് കമ്മ്യൂണിസമാണ്. അല്ല നിങ്ങളീ പറയുന്ന പ്യുവർ ക്ലാസിക്കൽ കമ്മ്യൂണിസ്റ്റ് ലോകത്ത് എവിടെയും വന്നിട്ടില്ല. അതുപോലെ ഉള്ളൊരു സാധനം ഇവിടെ ഗാന്ധിയ സാധനമാണ്, ഗാന്ധി സമരമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നിങ്ങൾ ആ ഒരു കേരളത്തിന് ഒരു നന്മ എന്ന് നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ സവിശേഷ വികസന മാതൃകയും ധാർമ്മിക ബോധത്തെയാണ്. അതിനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളായിരുന്നു വി എസ്. അവിടെയാണ് പിണറായി വി എസും തമ്മിലുള്ള ഫൈറ്റ് വരുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളം മുന്നോട്ട് പോയില്ല എന്ന തിരിച്ചറിവുള്ള ആളായിരുന്നു പിണറായി. വി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ധാർമ്മിക മൂല്യങ്ങൾ, അന്നത്തെ ധാർമ്മിക മൂല്യങ്ങൾ അധിഷ്ഠിതമായ കേരളം ആ രീതിയിൽ മുന്നോട്ട് പോകണം, എങ്കിലേ സാധാരണക്കാർക്ക് അതിന് ഗുണം കിട്ടുള്ളൂ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുള്ളൂ എന്നുള്ളൊരു ആ ഒരു ഭയബോധമാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നില്ല. പൊതുവേ നമ്മൾ ഭരണഘടനയൊക്കെ തുല്യമാണെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ജനാധിപത്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ ഉള്ള ഒരു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നില്ല എന്നുള്ളതാണ്. നാട്ടിൽ കാര്യങ്ങൾ നടന്നാൽ മതി, അതാണ് നാട്ടുകാർ ചിന്തിക്കുന്നത്. ഒരു കുറ്റവാളി എന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ വലിയ മഹാനായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ കേരളം വികസന വിരുദ്ധമായി മാറും, കേരളം മൂരാച്ചികളുടെ നാടായി മാറും. അപ്പോൾ അങ്ങനെ മൂരാച്ചികളാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല, ആളുകൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യം തോന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അപ്പം എന്നാൽ ശരി, കേരളത്തെ മാറ്റിയേക്കാം എന്നാണ് പിന്നെ പാർട്ടി ചിന്തിച്ചത്. പാർട്ടി പ്രവർത്തകർ അതിൽ വലിയ രീതിയിൽ ഹാപ്പിയാണ്. മുമ്പ് ഈ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചിരുന്ന പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ഹോട്ട് ഡോഗും മാക്ഡൊണാൾഡ്സും കഴിക്കുന്നുണ്ട്. പണ്ട് ഇത് കഴിക്കുമ്പോൾ അവർക്ക് മനസ്സിന് കുത്തുണ്ടായി, ഇപ്പം അതില്ല. പണ്ട് ബസ് കയറി പോയിരുന്ന വി എസിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു അംബാസഡർ കാറിൽ, എ സി ഇല്ലാത്ത അംബാസഡർ കാറിൽ കണ്ണൂർ വരെ പോയിരുന്ന ആളുകൾ ഇപ്പോൾ ഇന്നോവയിൽ പോകുന്നു, എയർപോർട്ടിൽ അല്ലെ എല്ലാ സെറ്റപ്പുള്ള ക്രിസ്റ്റയിൽ പോകുന്നു. ക്രിസ്റ്റയിലൊക്കെ സ്റ്റാൻഡേർഡ് വേർഷനാണ് എ സി, അപ്പം സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ് ആണ്. പിന്നെ വിമാനത്തിൽ പോകുന്നു. അപ്പം എല്ലാവരും ഹാപ്പിയാണ്. അപ്പം നമ്മൾ വി എസിൻ്റെ നഷ്ടം എന്ന് വെച്ചാൽ നമ്മളെ നഷ്ടമാണ്. നമ്മളെ നഷ്ടം എന്ന് വെച്ചാൽ നമ്മളൊരു ധാർമ്മിക ബോധമുണ്ട്, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, നാട്ടിലെ വിഭവങ്ങൾ കൊള്ള ചെയ്യരുത്, അതൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ലോകം അങ്ങനെയല്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന ലോകത്ത് എവിടെയും വലിയ നിർബന്ധമില്ല, പകത്തിന് മാത്രമാണ്. അതിൻ്റെ നമ്മൾ ഗാഢമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് മറ്റുള്ളവരൊക്കെ വെറുക്കുന്ന നാടാവും. കാരണം കുറ്റം എവിടെയും സംഭവിക്കാം. അങ്ങനെ കുറ്റത്തിൽപ്പെട്ട് രക്ഷപ്പെടാത്തൊരവസ്ഥ വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. പിന്നെ നമ്മളിതിലൊക്കെ വളരെ തുല്യമായ വികസനത്തിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുമ്പോൾ വ്യവസായങ്ങളൊന്നും ഇവിടെ വരില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുല്യത ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ദാരിദ്ര്യം പങ്കുവെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കൊണ്ടുവന്ന കാര്യം വെച്ചാൽ കേരളം ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് പോയിരുന്ന മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ പോയിരുന്ന തിരുവിതാംകൂറൊക്കെ, ഇവിടുത്തെ ആലപ്പുഴയിലെ തിരുവിതാംകൂറൊക്കെ ഫാക്ടറികൾ എങ്ങനെ പൊട്ടിപ്പോയത് ഈ ട്രേഡ് യൂണിയൻസും കൊണ്ടല്ലേ. അതിന് നന്മയുണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു മൊത്തം ഒരു രാഷ്ട്രീയമായ പ്ലാറ്റ്ഫോമിന് നന്മയുണ്ടായിരുന്നു. പക്ഷേ നാട് സ്റ്റാഗ്നൻ്റായി. 80കളായതോട് കൂടിയിട്ട് മുതലാളിത്തവും ഈ പറയുന്നത് പോലെ ഗൾഫ് പണം വന്നിട്ടില്ല എന്ന് മലയാളിയുടെ കാര്യം വളരെ കഷ്ടമായി പോയിരുന്നു. അതായത് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നടങ്കം അതിനെ എതിർത്തതാണ്. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിച്ചതും അത് നാട്ടിന് തന്നെ ഗുണം ഉണ്ടായിക്കൊടുത്തത് അവരാണ് കേരളത്തിൽ. അപ്പം ശരിക്കും ബി എസിൻ്റെ നഷ്ടം എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെയുള്ള വലിയൊരു ശൂന്യതയുണ്ട്. ഒരു കാലഘട്ടത്തിലെ നേതാക്കന്മാർ, ആ കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റി ഉൾക്കൊണ്ട നേതാക്കന്മാർ, അതിൽ അവസാനത്തെ ആളായിരുന്നു ബി എസ്. നമ്മൾ ആ വേർഷനിൽ പറയുമ്പോൾ വൺ ഓഫ് ദ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ്. ഇനി അതിനുശേഷം ഞാൻ കാണുന്ന അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു ധാർമ്മിക ബോധവും ആ ഒരു നീതിബോധമുള്ള പി ജയരാജൻ. കണ്ണിയിൽ ഒരാൾ കൂടെ ഉണ്ട്. ഒരാൾ കൂടി ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. ഞാനിതിനെ കമ്മ്യൂണിസം എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്നത്, ഇത് കമ്മ്യൂണിസം ഗാന്ധിസം മൈനസ് നോൺ വയലൻസ് ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.